നമസ്കാരം. ലേറ്റ് എഡിഷൻ തുടങ്ങുന്നു. ഞാൻ ദിൽന മധു. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. സംസ്ഥാനത്തെ ബി.ജെ.പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി. അഴിമതിയും വികസന വിരോധവും നയമാക്കിയ LDF, UDF മുന്നണികളെ തൂത്തെറിയണമെന്നും ബി.ജെ.പി സർക്കാരിനെ തിരഞ്ഞെടുക്കാൻ ശരിയായ അവസരമാണിത് എന്നും നരേന്ദ്രമോദി പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കള്ളക്കാരെ ജയിലിലടക്കുമെന്ന് പ്രഖ്യാപിച്ച മോദിയുടെ പ്രസംഗത്തിൽ പക്ഷേ ഒരിടത്തും തിരുവനന്തപുരം നഗരത്തിന് വേണ്ടിയുള്ള വികസന പദ്ധതികൾ ഉണ്ടായില്ല. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള കൃത്യമായ രാഷ്ട്രീയ പ്രസംഗമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുത്തരിക്കണ്ടം മൈതാനിയിൽ നടത്തിയത്. LDF-നെയും UDF-നെയും വിമർശിച്ച മോദി വികസിത ഭാരതത്തിൽ കേരളം അവിഭാജ്യ ഘടകമാണെന്ന് എടുത്തു പറഞ്ഞു. വികസിത കേരളത്തിന് ഡബിൾ എഞ്ചിൻ സർക്കാർ കൂടിയേ തീരുവെന്ന് പറഞ്ഞ മോദി BJP-യെ തിരഞ്ഞെടുക്കേണ്ട ആവശ്യകതയും ഊന്നി പറഞ്ഞു. अब केरला को नई पॉलिटिक्स चाहिए. केरला को विकसित बनाने के लिए अब बीजेपी को डिसाइसिव मैंडेट चाहिए. कांग्रेस आज माओवादियों से ज्यादा कम्युनिस्ट और मुस्लिम लीग से भी ज्यादा कम्युनल हो गई है. MMC यानी मुस्लिम लीगी माओवादी कांग्रेस कहा जा रहा है. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഉന്നയിക്കുന്ന പ്രധാന വിഷയങ്ങൾ വികസന മുരടിപ്പും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായിരിക്കുമെന്നതിന്റെ വ്യക്തമായ സൂചനയും മോദിയുടെ പ്രസംഗത്തിലുണ്ട്. अब यहां गोल्ड के चोरी होने की खबरें आ रही है. मंदिर में से, भगवान के पास से गोल्ड की चोरी, सोने की चोरी. मैं एक बात स्पष्ट कहना चाहता हूं, यहां बीजेपी सरकार बनते ही आरोपों की पूरी जांच होगी और दोषियों की जगह जेल में होगी. और ये मोदी की गारंटी है. എന്നാൽ തിരുവനന്തപുരം നഗരസഭയുടെ വികസന രേഖ അവതരിപ്പിക്കുന്ന BJP-യുടെ വാഗ്ദാനം പ്രധാനമന്ത്രി നടപ്പാക്കിയില്ല. തിരുവനന്തപുരത്തെ രാജ്യത്തിനാകെ മാതൃകയാക്കുന്ന നഗരമായി മാറ്റുമെന്നും അതിന് പിന്തുണ നൽകുമെന്നും മാത്രമാണ് പ്രധാനമന്ത്രി പ്രസംഗിച്ചത്. പ്രത്യേക പദ്ധതി പ്രഖ്യാപിക്കാത്തത് വാഗ്ദാന ലംഘനമാണെന്ന വിമർശനം ഉയർന്നു കഴിഞ്ഞു. 24 തിരുവനന്തപുരം. കേരളത്തിന്റെ വികസനത്തിന്റെ കേന്ദ്രം ഒപ്പമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവനന്തപുരത്ത് വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി 4 പുതിയ ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരളത്തിന്റെ ബാക്കിയുള്ള ആവശ്യങ്ങൾ കൂടി അംഗീകരിക്കണമെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആവശ്യം. രാവിലെ 10 മണിയോടെ തിരുവനന്തപുരത്തെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് സ്വീകരിച്ചു. പിന്നാലെ റോഡ് ഷോയായി പുത്തരിക്കണ്ടം വേദിയിലേക്ക്. വേദിയിൽ വിവിധ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. തിരുവനന്തപുരം താമ്പരം, തിരുവനന്തപുരം ഹൈദരാബാദ്, നാഗർകോവിൽ മംഗളൂരു അമൃത് ഭാരത് ട്രെയിനുകളും ഗുരുവായൂർ തൃശൂർ പാസഞ്ചർ ട്രെയിനും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. ദക്ഷിണേന്ത്യയിലുടനീളമുള്ള കണക്ടിവിറ്റി ഗണ്യമായി വർദ്ധിപ്പിക്കുന്ന 3 അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ഉൾപ്പെടെ 4 ട്രെയിൻ സർവീസുകളാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇപ്പോൾ ഫ്ളാഗ് ഓഫ് ചെയ്തത്. കേരളത്തിന്റെ വികസനത്തിന് ഇന്നു മുതൽ പുതിയ ദിശാബോധമെന്ന പ്രധാനമന്ത്രി. സുഹൃത്തുക്കളെ എന്ന് മലയാളത്തിൽ പലതവണ പറഞ്ഞായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം. सुहृतगढ़े विकसित भारत बनाने के लिए आज पूरा देश एकजुट होकर प्रयास कर रहा है. विकसित भारत के निर्माण में हमारे शहरों की बहुत बड़ी भूमिका है. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തിന് നന്ദി പറഞ്ഞു. കേരളത്തിന്റെ മറ്റ് ആവശ്യങ്ങൾ കൂടി പരിഗണിക്കണമെന്ന മുഖ്യമന്ത്രി. This is a cherished moment of satisfaction to the state government, as we have been consistently seeking the union government's green signal for many of these projects. I take this opportunity to express our sincere gratitude to the Honorable Prime Minister for having cleared these projects. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. 24 തിരുവനന്തപുരം.
കോൺഗ്രസും മുസ്ലിം ലീഗും കേരളത്തെ വർഗീയ പരീക്ഷണശാലയാക്കിയെന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിപക്ഷം. കോൺഗ്രസിന്റെയും UDFന്റെയും മതേതര കാഴ്ചപ്പാടിന് മോദിയുടെ സർട്ടിഫിക്കറ്റ് വേണ്ടെന്ന് VD സതീശൻ. കേരളത്തിന്റെയും മുസ്ലിം ലീഗിന്റെയും ചരിത്രം പ്രധാനമന്ത്രി പഠിക്കണമെന്നായിരുന്നു KC വേണുഗോപാലിന്റെ പ്രതികരണം. കേരളത്തിലുള്ള കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ചതിൽ പ്രധാനമന്ത്രിയോട് ചോദ്യങ്ങളുമായി സമൂഹമാധ്യമങ്ങളിൽ കേരള ആസ്ക് മോദി ക്യാമ്പയിനുമുണ്ടായി. വികസനത്തെ സംബന്ധിച്ച് ഒരക്ഷരം പോലും മിണ്ടാൻ പ്രധാനമന്ത്രി തയ്യാറായില്ലെന്ന് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. തിരുവനന്തപുരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിനെതിരെ കോൺഗ്രസ് രംഗത്ത്. കേരളത്തിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് അജണ്ട വർഗീയത മാത്രമാണെന്ന് വ്യക്തമായെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. കോൺഗ്രസിന്റെയും UDFന്റെയും മതേതര കാഴ്ചപ്പാടിന് മോദിയുടെ സർട്ടിഫിക്കറ്റ് വേണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കേരളത്തിന്റെയും മുസ്ലിം ലീഗിന്റെയും ചരിത്രം പ്രധാനമന്ത്രി പഠിക്കണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. കേരളത്തിൽ വന്ന് വർഗീയത മാത്രം വിളമ്പാനായിട്ടൊരു പ്രധാനമന്ത്രി വരുന്നത് അങ്ങേയറ്റം നാണക്കേടാണ്. കേരളത്തിന്റെ ചരിത്രം ആദ്യം പ്രധാനമന്ത്രി പഠിക്കണം. കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ ചരിത്രവും പഠിക്കണം. കേരളത്തിനുള്ള വിഹിതവും മുണ്ടക്കൈ ചൂരൽമല സഹായവും ചൂണ്ടിക്കാട്ടി കേരള ആസ്ക് മോദി എന്ന ഹാഷ്ടാഗോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ചോദ്യങ്ങളുമായി സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ. മുൻ ധനമന്ത്രിയും CPIM നേതാവുമായ ഡോക്ടർ TM തോമസ് ഐസക് ഉൾപ്പെടെ ചോദ്യങ്ങളുമായി രംഗത്തെത്തി. വാഗ്ദാനങ്ങളുമായി BJP നിറഞ്ഞു നിന്നെങ്കിലും വികസനത്തെ സംബന്ധിച്ച് ഒരക്ഷരം പോലും മിണ്ടാൻ പ്രധാനമന്ത്രി തയ്യാറായില്ലെന്ന് മന്ത്രി V ശിവൻകുട്ടി കുറ്റപ്പെടുത്തി. തിരുവനന്തപുരത്തിന് ഒരു വികസന പദ്ധതിയും പ്രഖ്യാപിക്കാത്തതിനു പിന്നിൽ BJP ഗ്രൂപ്പിസമോ അതോ VV രാജേഷിനോടുള്ള എതിർപ്പോ എന്നും മന്ത്രി. BJPയിലെ ഗ്രൂപ്പിസമാണോ മേയറെ ഒഴിവാക്കിയതിന് പിന്നിൽ, അതോ VV രാജേഷിനോടുള്ള വ്യക്തിപരമായ വിരോധമാണോ എന്ന് അറിയില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ വികസനത്തിനായി സമാഹരിച്ച വിവരങ്ങൾ ക്രോഡീകരിച്ച് പ്രധാനമന്ത്രിക്ക് കൈമാറിയെന്നും വികസന രേഖ പൂർത്തിയാക്കുന്നതിനായി തുടരാലോചനകൾ ആവശ്യമെന്നും മേയർ VV രാജേഷ്. ഞങ്ങൾക്ക് ഈ 15 ദിവസം കൊണ്ട് സമൂഹത്തിൽ നിന്ന് ചർച്ച ചെയ്ത് സമാഹരിക്കാൻ പറ്റിയ കാര്യങ്ങൾ അടങ്ങുന്ന ഒരു ഡ്രാഫ്റ്റാണ് കൊടുത്തത്. ഇനിയും ഈ കോൺക്ലേവുകളൂടി കഴിയുമ്പോഴാണ് അതിന്റെ ഏകദേശം പൂർണ്ണ രൂപമാകുന്നത്. തിരുവനന്തപുരത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നഗരമാക്കാനുള്ള പിന്തുണയാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതെന്നും VV രാജേഷ് അവകാശപ്പെട്ടു. 24 തിരുവനന്തപുരം. മന്ത്രി സജി ചെറിയാന്റെയും AK ബാലന്റെയും വർഗീയ പരാമർശങ്ങളിൽ CPIക്ക് അതൃപ്തി. പരാമർശങ്ങൾ ഇടതുപക്ഷ സ്വഭാവത്തിന് ചേർന്നതല്ലെന്നും മുസ്ലിം വിരോധം ഉൽപ്പാദിപ്പിക്കുന്ന പരാമർശം വിലക്കണമെന്നും CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ആവശ്യം. ജയിലിലെ ശമ്പള വർധനയെ പരിഹസിച്ച് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. നടപടി മനുഷ്യനെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ് വിമർശനം. കർഷകർ കടബാധിതരായിരിക്കുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളവും പെൻഷനും നൽകാൻ മാത്രം ഒരു സർക്കാരിന് ആവശ്യമില്ലെന്നും മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞു. നമ്മുടെ ജയിലുകളിലെ ശമ്പളം അല്ലെ ദിവസവേതനം 620 രൂപ. സ്കിൽഡ് ലേബർ, ഇച്ചിരി കഴിവ് കുറഞ്ഞ ജോലിയാണ് 560 രൂപ. തൊഴിലുറപ്പ് പദ്ധതിക്ക് എത്രയാണ് കൂലി എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും. മനുഷ്യരെ ചുമ്മാ പ്രലോഭിപ്പിക്കുകയാണ് ഈ കൃഷിയൊക്കെ നിർത്തിയിട്ട് ഈ പണിക്ക് പോകാൻ വേണ്ടി. സർക്കാർ ജീവനക്കാർക്ക് മാസാമാസം ശമ്പളം കൊടുക്കാൻ വേണ്ടി മാത്രമായി ഒരു സർക്കാർ ആവശ്യമില്ല എന്നും ഇവിടുത്തെ സാമാന്യ ജനത്തിന്റെ സങ്കടങ്ങളോട് സമ്മതിക്കുന്ന സർക്കാരിനെ പ്രസക്തിയുള്ളൂ. നിയമസഭാ തിരഞ്ഞെടുപ്പ് വാർത്തകൾ. കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വേഗത്തിലാക്കാൻ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തോട് ഹൈക്കമാൻഡ്. ഈ മാസം 27-ന് തിരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരും. ഗുരുവായൂർ പട്ടാമ്പി സീറ്റുകളും കളമശ്ശേരി കൊച്ചി സീറ്റുകളും മുസ്ലിം ലീഗുമായി വെച്ചുമാറാനും ധാരണയായിട്ടുണ്ട്. കളമശ്ശേരിയിൽ മുഹമ്മദ് ഷിയാസ് ആയിരിക്കും സ്ഥാനാർത്ഥി. K ബാബു ഒഴികെയുള്ള സിറ്റിംഗ് MLA-മാരും മത്സരരംഗത്തുണ്ടാകും. നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയം, സീറ്റ് വിഭജനം, പ്രചാരണം എന്നിവ വേഗത്തിലാക്കാനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് KPCCയോട് നിർദ്ദേശിച്ചത്. ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് KPCC നേതാക്കൾ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ വസതിയിൽ നിർണായക ചർച്ച നടത്തി. ചർച്ചയിൽ ഗുരുവായൂർ പട്ടാമ്പി സീറ്റുകളും കളമശ്ശേരി കൊച്ചി സീറ്റുകളും മുസ്ലിം ലീഗുമായി വെച്ചുമാറാൻ ധാരണയായി. ഗുരുവായൂരിൽ TN പ്രതാപൻ സ്ഥാനാർത്ഥിയായേക്കും. കളമശ്ശേരിയിൽ മത്സരരംഗത്തിറങ്ങുക മുഹമ്മദ് ഷിയാസ്. സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള ഒരുക്കങ്ങൾക്കായി ഈ മാസം 27-ന് തിരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരും. UDFന്റെ സീറ്റ് ചർച്ചകൾ സുഗമമായിട്ട് ഏറ്റവും വേഗത്തിൽ പൂർത്തീകരിക്കാൻ നിർദ്ദേശം ലഭിച്ചു. അതുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. 27-ാം തീയതി പ്രദേശ് സെലക്ഷൻ കമ്മിറ്റി യോഗം ചേരുന്നതാണ്. സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് ആലോചിച്ച്
ഏറ്റവും യോജിച്ച തീരുമാനങ്ങളുണ്ടാകും. കെ ബാബു മത്സരിക്കാനില്ലെന്ന് നേതൃത്വത്തെ അറിയിച്ചതോടെ ബാക്കിയുള്ള മുഴുവൻ സിറ്റിംഗ് MLA-മാരും തിരഞ്ഞെടുപ്പിൽ കളത്തിലിറങ്ങും. കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവരുമായി സീറ്റ് വിഭജന ചർച്ചകൾ നടത്തിയെന്ന് രമേശ് ചെന്നിത്തല 24-നോട് പറഞ്ഞു. സീറ്റ് വിഭജന ചർച്ച കേരള കോൺഗ്രസ് ഒഴികെയുള്ള എല്ലാവരുമായി നടത്തി. കേരള കോൺഗ്രസുമായിട്ട് അടുത്ത ആഴ്ച നടത്തും. അത് കഴിഞ്ഞാൽ ഫസ്റ്റ് വീക്കോടുകൂടി അത് പൂർത്തിയാവും. ശബരിമല സ്വർണ്ണക്കൊള്ള മുഖ്യ പ്രചാരണ വിഷയമായി ഉയർത്താൻ തന്നെയാണ് UDF-ന്റെ തീരുമാനം. 24 ഡൽഹി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജാമ്യം ലഭിച്ച പ്രതി മുരാരി ബാബു ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. 90 ദിവസമായിട്ടും അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് മുരാരി ബാബുവിന് കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെയും ശ്രീകോവിലിന് മുന്നിലെ കട്ടിളപ്പാളിയിലെയും സ്വർണം കവർന്ന കേസുകളിൽ ഒക്ടോബർ 21-ന് മുരാരി ബാബു അറസ്റ്റിലായിരുന്നു. 90 ദിവസത്തിന് ശേഷമാണ് ജാമ്യം. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവിനെതിരെ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്തതിനെ തുടർന്നാണ് കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ ആദ്യ പ്രതിയാണ് മുരാരി ബാബു. തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ നിന്ന് രാത്രി 8:45 മുരാരി ബാബു പുറത്തിറങ്ങി. ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിന്റെ പകർപ്പെത്താൻ വൈകിയിരുന്നു. അഭിഭാഷകൻ അഡ്വക്കേറ്റ് സജികുമാർ ചങ്ങനാശ്ശേരിക്കൊപ്പം മുരാരി ബാബു വീട്ടിലേക്ക് മടങ്ങി. കോടതി ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് സ്വാഭാവികമായ ജാമ്യമാണ്. അന്വേഷണ റിപ്പോർട്ട് 90 ദിവസത്തേക്കകം കോടതിയിൽ SIT ഫയൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് പ്രതിക്ക് ഉള്ള ഒരു അവകാശത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ജാമ്യമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. കർശന ഉപാധികളോടുകൂടിയാണ് ഈ ജാമ്യം ഇപ്പോൾ കോടതി അനുവദിച്ചിട്ടുള്ളത്. ഈ കേസിന്റെ ട്രയലിൽ മുരാരിയുടെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് വിശ്വാസം. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു കേസിൽ ജാമ്യം ലഭിച്ചെങ്കിലും രണ്ടാമത്തെ കേസിൽ റിമാൻഡിലായതിനാൽ പുറത്തിറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. അതേസമയം തന്ത്രി കണ്ഠരര് രാജീവരുടെ റിമാൻഡ് നീട്ടി. 14 ദിവസത്തേക്കാണ് നീട്ടിയത്. തന്ത്രിയുടെ ജാമ്യാപേക്ഷ ജനുവരി 28-ന് പരിഗണിക്കും. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട 24 സൂപ്പർ എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ്. സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് നേരിട്ട് പങ്കുണ്ടെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ദ്വാരപാലക ശില്പക്കേസിലും കട്ടിളപ്പാളി കേസിലും തന്ത്രിയുടെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകളും മൊഴിയും SITക്ക് ലഭിച്ചു. തെളിവുകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യലിൽ സ്വർണ്ണക്കൊള്ളയിലെ ബന്ധം കണ്ഠരര് രാജീവര് ഭാഗികമായി സമ്മതിച്ചു. റിമാൻഡിലായ ശേഷം തന്ത്രി കണ്ഠരര് രാജീവരെ ഇന്നലെയാണ് SIT ചോദ്യം ചെയ്തത്. തന്ത്രിയുടെ അറസ്റ്റിന് ശേഷം ചെങ്ങന്നൂരിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിർണായക രേഖകൾ ഉൾപ്പെടെ കണ്ടെത്തിയിരുന്നു. ഇവയിൽ കൂടുതൽ അന്വേഷണം നടത്തിയ ശേഷം തെളിവുകൾ നിരത്തിയായിരുന്നു ഇന്നലത്തെ ചോദ്യം ചെയ്യൽ. പിന്നാലെയാണ് തന്ത്രി കണ്ഠരര് രാജീവർക്ക് സ്വർണ്ണക്കൊള്ള അറിയാമായിരുന്നുവെന്ന് കണ്ടെത്തിയത്. ദ്വാരപാലക ശില്പക്കേസിലും കട്ടിളപ്പാളി കേസിലും തന്ത്രിക്ക് നേരിട്ട് പങ്കുണ്ടെന്ന് SIT സ്ഥിരീകരിച്ചു. SITക്ക് ഇത് സംബന്ധിച്ച തെളിവുകളും മൊഴികളും ലഭിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യലിൽ ഭാഗികമായി സ്വർണ്ണക്കൊള്ള സമ്മതിച്ചിട്ടുമുണ്ട്. 2019-ൽ തന്ത്രി നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ ദുരൂഹമാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. തന്ത്രിയുടെ സംസ്ഥാനത്തിന് പുറത്തെ സാമ്പത്തിക ഇടപാടുകളിലും സംശയങ്ങളുണ്ട്. ഇവയിൽ വിശദമായ തുടരന്വേഷണം നടത്താനാണ് തീരുമാനം. തന്ത്രിയുടെ ജാമ്യാപേക്ഷ വിജിലൻസ് കോടതി 28-നാണ് പരിഗണിക്കുന്നത്. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ UDF-ന് കുരുക്കായി കൂടുതൽ ചിത്രങ്ങൾ പുറത്ത്. UDF കൺവീനർ അടൂർ പ്രകാശ് MPയും മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ബംഗളൂരിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങളാണ് പുറത്തുവന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ടെന്നും ബംഗളൂരിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നും അടൂർ പ്രകാശ് സമ്മതിച്ചു. കരുതിക്കൂട്ടി തയ്യാറാക്കിയ കാര്യങ്ങളാണ് പുറത്തുവന്നത് എന്നും പിന്നിൽ കോൺഗ്രസിൽ നിന്നുള്ള ആളുകൾ ഉണ്ടാകാമെന്നുമായിരുന്നു അടൂർ പ്രകാശിന്റെ പ്രതികരണം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടൂർ പ്രകാശുമായി അടുത്ത ബന്ധമുണ്ടെന്ന് വ്യക്തമാക്കുന്ന ചിത്രങ്ങളാണ് ഇന്ന് പുറത്തു വന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അടൂർ പ്രകാശിന് ഉപഹാരം സമ്മാനിക്കുന്ന ചിത്രത്തിലുണ്ട്. ബംഗളൂരിൽ വെച്ചുള്ള കൂടിക്കാഴ്ചയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുക്കളായ രമേശ് റാവുവും അനന്തസുബ്രഹ്മണ്യവും ഒപ്പമുണ്ട്. 2019-ൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ദ്വാരപാലക ശില്പപാടികൾ ഏറ്റുവാങ്ങിയത് അനന്തസുബ്രഹ്മണ്യമായിരുന്നു. കൂടിക്കാഴ്ചയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയതും അടൂർ പ്രകാശ് സ്ഥിരീകരിച്ചു. കൊള്ളസംഘത്തിലുള്ള ആളെന്ന് അറിഞ്ഞല്ല കൂടിക്കാഴ്ചയും വീട്ടിലെ സന്ദർശനമെന്നും അടൂർ പ്രകാശിന്റെ വിശദീകരണം. നേരത്തെ ഇയാൾ ഇവിടെയുള്ള ആളാണെന്നോ ഇയാൾ ഏത് തരത്തിലുള്ള ഈ കൊള്ളസംഘക്കാരനാണെന്നോ ഒന്നും ഞാൻ അറിഞ്ഞുകൊണ്ടല്ലോ. എൻ്റെ ഓർമ്മ എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ സഹോദരിയുടെ മകളുടെ എന്തോ ചടങ്ങ്, അതാണ് ഈ വെഞ്ഞാറമൂട്ടി ഞാൻ പോയി എന്ന് പറയുന്നത്. വെഞ്ഞാറമൂട്ടി പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഇൻവിറ്റേഷനാണ് തന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. തനിക്കെതിരെ സെറ്റ് ചെയ്ത കാര്യങ്ങളാണ് പുറത്തു വന്നതെന്നും അടൂർ പ്രകാശ്.
കോൺഗ്രസിനുള്ളിലെ ആളുകളുമാകാം ഇതിന് പിന്നിൽ. പലപ്പോഴും ഇത് അനുഭവിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ കോൺഗ്രസിനുള്ളിലുള്ളവരുമുണ്ട്, അല്ലാതുള്ളവരുമുണ്ട് എന്ന് ഞാൻ പറയേണ്ടതായിട്ടുണ്ട്. ഞാനതിനെ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഫോട്ടോ എടുത്ത് എല്ലാവരും പ്രതികളാകുമോ എന്നാണ് വിവാദത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം. ഇത് ഗവൺമെന്റ് ഭരിക്കുമ്പോൾ LDFന്റെ ദേവസ്വം ബോർഡ് ഉള്ളപ്പോൾ LDF ഗവൺമെന്റ് ഉള്ളപ്പോൾ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയല്ലേ? അതിനെന്താ ബാക്കിയുള്ളവരെ കണക്ട് ചെയ്യുന്നത്? അവർക്ക് എന്താ ബന്ധമുള്ളത്? ഇന്നലെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. 24 തിരുവനന്തപുരം. ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ 2ാം പതിപ്പ് ഈ മാസം 28-ന് കൊച്ചിയിൽ ആരംഭിക്കും. ആഗോളതലത്തിലെ പുതിയ മാറ്റങ്ങളെയും നവ ആശയങ്ങളെയും കേരളത്തിന് പരിചയപ്പെടുത്തുകയാണ് വിജ്ഞാന വിനോദ ഉച്ചകോടിയുടെ ലക്ഷ്യം. ജനുവരി 28 മുതൽ ഫെബ്രുവരി 1 വരെ 4 ദിവസങ്ങളിലായി നടക്കുന്ന ഉച്ചകോടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനമാണ് 28-ന് നടക്കുക. വിദ്യാഭ്യാസം, സാങ്കേതികവിദ്യ, സംരംഭകത്വം, എർത്ത്, പരിസ്ഥിതി, ഭക്ഷണം, സംസ്കാരം എന്നീ 7 വ്യത്യസ്ത മേഖലകളിലായി 400-ലധികം അന്താരാഷ്ട്ര വിദഗ്ധർ സംവദിക്കും. കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടക്കുന്ന ഉച്ചകോടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഫെസ്റ്റിവൽ വില്ലേജ്, ഫ്ലീ മാർക്കറ്റുകൾ, ഡിസൈൻ ഫെസ്റ്റിവൽ, ഫാഷൻ ഷോ, സംഗീത നിശ എന്നിവയും സജ്ജമാണ്. വ്യത്യസ്തങ്ങളായ ആശയങ്ങളെയും വ്യത്യസ്തങ്ങളായ സെലിബ്രേഷൻ, വ്യത്യസ്തങ്ങളായ ഐഡിയകൾ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരുന്നത് കൊണ്ട് ഈ ഫെസ്റ്റിവൽ, ഈ സമ്മിറ്റിന് പല എലമെന്റുകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഫ്യൂഷൻ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഇവിടെ ലിറ്ററേച്ചർ ഉണ്ട്, ഫുഡ് ഉണ്ട്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഉണ്ട്, ടെക്നോളജി ഉണ്ട്. അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ, റോബോട്ടിക്സ് മുതൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്യൂഷൻ ഫെസ്റ്റിവൽ എന്ന് പറയും. കേരളത്തിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനമായ UGS ഗോൾഡ് ലോണിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡറായി പ്രശസ്ത തെന്നിന്ത്യൻ താരം തൃഷയെ തിരഞ്ഞെടുത്തു. കമ്പനിയുടെ പുതിയ ലോഗോ തൃഷയും UGS CMD അജിത് പാലാട്ടും മാനേജ്മെന്റ് ടീമും ചേർന്ന് പുറത്തിറക്കി. പാലക്കാട് ആസ്ഥാനമായുള്ള UGS കുറഞ്ഞ പലിശ നിരക്കിലും ലളിതമായ നടപടിക്രമങ്ങളിലൂടെയും ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ വിവിധ ജില്ലകളിലായി നിരവധി ശാഖകളുള്ള UGS സ്വർണ്ണത്തിന് വിപണിയിൽ ലഭിക്കാവുന്ന 4% എന്ന ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിലും 90% വരെ പരമാവധി മൂല്യത്തിലും വായ്പ നൽകുന്നു. ഫിക്സഡ് ഡെപ്പോസിറ്റിന് ഏറ്റവും ഉയർന്ന 12% വരെ പലിശ നിരക്കും UGS വാഗ്ദാനം ചെയ്യുന്നു. സ്വർണ്ണപ്പണയത്തിന് പുറമെ കർഷകർക്കായി UGS കിസാൻ, ചെറുകിട വ്യാപാരികൾക്കായി UGS ബിസിനസ് ഗോൾഡ് ലോൺ എന്നിങ്ങനെ വൈവിധ്യമാർന്ന പദ്ധതികളും UGSനുണ്ട്. കണ്ണൂർ പയ്യന്നൂരിൽ CPM നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണവുമായി CPIM ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണൻ. ധൻരാജ് രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് പയ്യന്നൂർ MLA TI മധുസൂദനൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ലക്ഷങ്ങൾ തട്ടി. തെളിവുൾപ്പെടെ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകിയിട്ടും ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നും വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. അതേസമയം കുഞ്ഞികൃഷ്ണന്റെ ആരോപണങ്ങൾ CPIM തള്ളി. അതിനിടെ പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. പയ്യന്നൂരിലെ CPIMനെ പിടിച്ചുലയ്ക്കുകയാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണന്റെ ആരോപണങ്ങൾ. ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ നിന്നും പയ്യന്നൂരിലെ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ടിൽ നിന്നും തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ നിന്നും പയ്യന്നൂർ MLA TI മധുസൂദനൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ലക്ഷങ്ങൾ തട്ടിയെന്നാണ് ആരോപണം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫണ്ടിൽ വലിയ ഭാഗം പിരിക്കുന്നത് TI മധുസൂദനാണ്. അതിലാണ് കൃത്രിമം നടത്തിയത്. ഫണ്ട് പിരിച്ച റെസീറ്റ് മാറ്റിവെച്ച് കാണാതായി എന്ന് പറഞ്ഞ് സൊസൈറ്റി പ്രസിന്റെ പേരിൽ മറ്റൊരു സ്വകാര്യ പ്രസിൽ നിന്ന് വ്യാജ റെസീറ്റ് അച്ചടിച്ച് അതിൽ പുതുതായി റെസീറ്റ് മുറിച്ച്. പാർട്ടി പയ്യന്നൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായിരിക്കെ നടത്തിയ ഓഡിറ്റിംഗിലാണ് തട്ടിപ്പ് വിവരം പുറത്തു വന്നത്. ഇക്കാര്യം നേതൃത്വത്തെ അറിയിച്ചതിനു ശേഷവും ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നും വി കുഞ്ഞികൃഷ്ണൻ. എന്ത് നടന്നു എന്നുള്ളത് നമുക്ക് അറിയില്ല. സ്വാഭാവികമായിട്ടും 20 കോടി രൂപയാണ് അതിനുവേണ്ടി മുടക്കിയത്. ജില്ലാ കമ്മിറ്റി നിശ്ചയിച്ച കമ്മീഷൻ വിലയിരുത്തിയത് ഈ 20 കോടി ഒരു മൃതമൂലധനമായി മാറിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇത് ജില്ലാ കമ്മിറ്റിയിൽ ഞാൻ ഉന്നയിച്ചപ്പോൾ അതിനും കമ്മീഷൻ വെച്ച് തെളിവ് ഹാജരാക്കിയില്ല എന്ന് പറഞ്ഞ് തള്ളുകയാണ് ഇത്. കുഞ്ഞികൃഷ്ണന്റെ ആരോപണങ്ങൾ CPIM ജില്ലാ നേതൃത്വം തള്ളി. ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമെന്നും ധനാപഹരണം നടന്നിട്ടില്ലെന്ന് പാർട്ടി കണ്ടെത്തിയതുമാണെന്നാണ് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ പ്രതികരണം. തെറ്റുപറ്റിയെന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ സമ്മതിച്ച കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ മാധ്യമങ്ങളുടെയും രാഷ്ട്രീയ ശത്രുക്കളുടെയും കോടാലിക്കൈയായി പ്രവർത്തിക്കുകയാണെന്നും KK രാഗേഷ് പ്രസ്താവനയിൽ ആരോപിച്ചു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയുള്ള തുറന്നുപറച്ചിലിന് മറ്റുദ്ദേശങ്ങളില്ലെന്നും പാർട്ടിയെ കളങ്കപ്പെടുത്തുന്നവരെ ജനങ്ങൾ തിരിച്ചറിയണമെന്നും വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോകാനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.